കേരളത്തിനെതിരായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ കേരളത്തിലെ ഇടത് എംപിമാർ രാജ്യസഭാ ചെയർമാന് കത്ത് നൽകി. അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐഎം ഉപനേതാവ് ജോൺ ബ്രിട്ടാസ, വി ശിവദാസൻ, എ റഹീം എന്നിവരാണ് രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകിയത്. വിഷയത്തിൽ ഇടപെടണമെന്നും യഥാർത്ഥ ചിത്രം പാർലമെന്റിന് മുൻപാകെ അവതരിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ വസ്തുത വ്യക്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അമിത്ഷാ വഴങ്ങിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. കേരളം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് NDRF സംഘം വയനാട്ടിലെത്തിയതെന്നും ജോൺ ബ്രിട്ടാസ് എംപി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രതികരിക്കുകയായിരുന്നു എംപി. പറയാൻ പറ്റിയില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സാധാരണഗതിയിൽ മന്ത്രി വഴങ്ങിത്തരികയാണ് ചെയ്യേണ്ടത്. അതും വസ്തുത ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നമ്മുടെ ഉദ്യമത്തിൽ. പക്ഷെ അത്തരത്തിലുള്ളൊരു വഴങ്ങിത്തരലിന് അദ്ദേഹം വിധേയനാകാത്തത് കൊണ്ടാണ് ആ സമയത്ത് നമുക്കത് അദ്ദേഹം പറഞ്ഞതിലെ വസ്തുതാപരമായിട്ടുള്ള പെശക് ചൂണ്ടിക്കാണിക്കാൻ പറ്റായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിന്നീട് വിശദമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് കേരളത്തിൽ നിന്നുള്ള CPM അംഗങ്ങള് ശിവദാസൻ, റഹീമും ഞങ്ങൾ സംയുക്തമായിട്ടൊരു കത്ത് ഇപ്പോൾ രാജ്യസഭാ ചെയർമാൻ ഇപ്പം അയച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മറുപടിയിലെ, ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിലെ തെറ്റുകൾ എന്തൊക്കെയാണ്, എവിടെയാണ് അദ്ദേഹത്തിന് പെശക് സംഭവിച്ചത്, എന്താണ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വിശദമായിട്ടുള്ള കത്ത് രാജ്യസഭാ ചെയർമാൻ അയക്കുകയും അതനുസരിച്ച് ഉചിതമായിട്ടുള്ള നടപടി അദ്ദേഹം കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു.